വെൽക്കം ടു QA ഫോക്കസ് പ്ലസ് ടു ഫിസിക്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇതിനകത്ത് ആദ്യത്തതും ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ലോയാണ് കൂളംസ് ലോ. അപ്പോൾ ഓൾറെഡി ചാർജസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് കൂളംസ് ലോയാണ്. നമുക്കറിയാം ചാർജസ് എന്ന് പറയുന്നത് പ്ലസ് ചാർജ് ഉണ്ട്. രണ്ട് പ്ലസ് ചാർജുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും വരുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഒരേപോലത്തെ ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് നെഗറ്റീവ് ചാർജസിനെ അടുത്തടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പോൾ ലൈറ്റ് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യും. ഇവിടെ വരുമ്പോഴോ ഇതിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. അതേസമയം ഇവിടെ നോക്കിയാൽ ഒന്ന് പ്ലസ് ചാർജും മറ്റേത് മൈനസ് ചാർജും. ഇതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. കണ്ടോ, ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ സിമിലർ ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും. ഡിഫറെൻറ്റ് ചാർജസ് ആണെങ്കിൽ, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, റിപ്പൽസീവ് ഫോഴ്സും ഉണ്ട്. ഇനി ഈ ഫോഴ്സ് അട്രാക്റ്റീവ് ആണെങ്കിലും റിപ്പൽസീവ് ആണെങ്കിലും നമുക്കിതിനെ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആയിക്കോട്ടെ റിപ്പൽസീവ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും നമുക്കിതിനെ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ്. അപ്പം രണ്ട് ചാർജസിന് ഇടയ്ക്ക് വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൂളംസ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. കൂളംസ് ലോയുടെ ഫോർമുല വെച്ചിട്ടാണ് രണ്ട് ചാർജസിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ചാർജസിനെ കൺസിഡർ ചെയ്യുകയാണ്, Q1 Q2. രണ്ട് ചാർജസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അങ്ങനെയെങ്കിൽ കൂളംസ് ലോ പറയുന്നത് ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് മേ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അതെന്ന് പറയുന്നത് ഈ ചാർജസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പം അവിടെ 1/r² വരും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പം 1/, ആണ്. എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ ചാർജസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദാറ്റ് ഈസ് F proportional to Q1 Q2 also it is proportional to 1/r². അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Coulomb's law states that the electrostatic force between two charges separated by a distance in free space. ഇവിടെ ഫ്രീ സ്പേസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എയർ അല്ലെങ്കിൽ വാക്യൂം എന്നാണ്. അതായത് ഈ രണ്ട് ചാർജിന് ഇടയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് മീഡിയം ഒന്നുമില്ല. രണ്ട് ചാർജിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു മീഡിയം ഇല്ല. ഒന്നുകിൽ അതിൻ്റെ ഇടയ്ക്ക് എയർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വാക്യൂം ആയിരിക്കും. അപ്പോൾ എയറോ വാക്യൂമോ മാത്രമായിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്, ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം എന്താ പറഞ്ഞത്,
The electrostatic force between two charges separated by a distance in free space is directly proportional to product of charges and inversely proportional to square of the distance between them. Square of distance between them. അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് കൂളംസ് ലോ പറയുന്നത്. The electrostatic force of attraction or repulsion അല്ലെങ്കിൽ simply electrostatic force between two charges separated by a distance in free space is directly proportional to product of the charges and inversely proportional to square of the distance between them. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് F equal to ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, പ്രൊപ്പോർഷണാലിറ്റി തന്നെ ആദ്യം എഴുതാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ Q1 Q2 by R square എന്ന് എഴുതാമല്ലോ. Q1 Q2 by R square. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. Q1 Q2 by R square എന്ന് എഴുതാം. Q1 Q2 by R square. ഇതാണ് കൂളംസ് ലോ. കൂളംസ് ലോ F equal to K into Q1 Q2 by R square. K into Q1 Q2 by R square. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് Q1 നിന്ന് Q2യിലേക്കുള്ളതും അതുപോലെ Q2 നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസും. ഇതിൻ്റെ ഇടയ്ക്കൊരു ഇതിന് വേണമെങ്കിൽ എനിക്ക് വെക്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ ഈ ഡിസ്റ്റൻസിനെ. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാം വെക്ടറാണ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R ക്യാപ്. വെക്ടറിലേക്ക് എഴുതണമെങ്കിൽ F ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R ക്യാപ്. ഈ R ക്യാപ് എന്ന് പറയുന്നത് Q1 Q2ന് ഇടയ്ക്ക് വരുന്ന ഈ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. Q1 Q2 എന്ന് പറയുന്ന ചാർജസിന് ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടറൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ Q1 Q2 എന്ന് പറയുന്ന ചാർജസിന് ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വെക്ടറാണ് R ക്യാപ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് F ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R ക്യാപ്. ഇതാണ് കൂളംസ് ലോ വെക്ടർ ഫോമിൽ എഴുതുന്നത്. കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. ഇനി ഈ കൂളംസ് ലോയുടെ ലോ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഫോർമുല എഴുതാനായിട്ട് പഠിച്ചു അല്ലേ. ഇതിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, സിമിലർ ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, ഡിസിമിലർ ചാർജസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ലോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോ എഴുതുക, അതിൻ്റെ ഫോർമുല എഴുതുക. വെക്ടർ ഫോമിലേക്ക് എഴുതാനാണെങ്കിൽ വെക്ടർ നൊട്ടേഷൻ കൊടുത്തിട്ട് അവിടെ ഒരു യൂണിറ്റ് വെക്ടറും കൂടി എഴുതുക. ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇക്വേഷൻ കിട്ടിയത് F ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്നാണ്. ഓക്കെ അല്ലേ. K എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് 1/4πε0 ഈക്വൽ ആണ്. 1/4πε. ഇതെന്ന് പറയുന്നത് എപ്സലോൺ. ഇവിടെ ഒരു 0 വന്നിരിക്കുന്നതുകൊണ്ടാണ് എപ്സലോൺ 0 എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് എപ്സലോൺ. ഈ എപ്സലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി, ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. പെർമിറ്റിവിറ്റി, വേർ എപ്സലോൺ ഇസ് ദി പെർമിറ്റിവിറ്റി. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞത്
ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇവിടെ ഒരു 0 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താ? പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൽ വരുന്ന പെർമിറ്റിവിറ്റിയാണ്. ക്ലിയർ ആയോ? പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. എപ്സിലോൺ 0യുടെ വാല്യൂ പഠിച്ചിട്ടോണം. എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. എപ്സിലോൺ 0യുടെ വാല്യൂ പഠിച്ചിട്ടോണം. ഇവിടെ 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, പൈ എന്ന് പറയുന്നത് 3.14. എഗെയിൻ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ 1/, ഈ വാല്യൂസ് എല്ലാം കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 1/, ഈ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9 × 10⁻9 എന്നാണ്. അതായത് k is equal to 1/4 × 3.14 × 8.85 × 10⁻⁻12 എന്നുള്ള വാല്യൂ ഇട്ട് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 × 10⁻9 എന്നാണ്. ഈ വാല്യൂ പഠിച്ചിട്ടോണം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് F ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/4πε0 Q1 Q2/r². കൂളംസിലോടെ ഫോർമുല ഒന്നും കൂടി ക്ലിയർ ആക്കി എഴുതി. കണ്ടോ? നേരത്തെ നമ്മൾ വെറുതെ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ k എന്ന് പറയുന്നത് എന്താ നമ്മൾ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ two 1 coulomb charges separated by 1 meter distance in free space. ഫ്രീ സ്പേസിൽ 2 1 coulomb ചാർജസ് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 1/4πε0 ആണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം, 9 × 10⁻9 ആണ്. ഇൻറ്റു Q1 Q2/r². Q1ഉം Q2ഉം 1 കൂളം വീതമാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1² ആണ്. ദാറ്റ് ഈക്വൽ ടു 9 × 10⁻9 ന്യൂട്ടൺ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്, പഠിച്ചിട്ടോണം. 1 കൂളം ചാർജസ് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁻9 ന്യൂട്ടൺ ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റിയാന്ന് പറഞ്ഞു. ഈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയാണ് നമ്മൾ എപ്സിലോൺ 0 എന്ന് പറയുന്നത്. ഇത് വായിക്കുന്നതാണ് എപ്സിലോൺ എന്ന്. ഇത് എപ്സിലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർമിറ്റിവിറ്റി എന്നാണ്. എന്താ പെർമിറ്റിവിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? ഒരു മീഡിയത്തിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സിനെ എത്രത്തോളം പാസ് ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ കപ്പാസിറ്റിക്കാണ്, അതിൻ്റെ എബിലിറ്റിക്കാണ് എന്ത് പറയുന്നത്? പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു മീഡിയത്തിന് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രീ സ്പേസ് ആണ്. ഇപ്പോൾ ഫ്രീ സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ എന്തേ ഉള്ളൂ? എയറേ ഉള്ളൂ, അല്ലെങ്കിൽ വാക്യൂം ആയിരിക്കും. ഒന്നുകിൽ എയർ കാണും, അല്ലെങ്കിൽ വാക്യൂം ആയിരിക്കും. അപ്പോൾ അതിന് എത്രത്തോളം ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് എത്രത്തോളം അതിൽ കൂടി പോകുന്നുണ്ട്, അതിനെയാണ് പെർമിറ്റിവിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അവിടെ ഫ്രീ സ്പേസോ വാക്യൂമോ അല്ല, അവിടെ ഒരു മീഡിയം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്.
അങ്ങനെയാണെങ്കിൽ കൂളംസ് ലോ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? എഫ് മീഡിയം ഈക്വൽ ടു 1/4πε0 അല്ല, എപ്സിലോൺ ആണ്. കാരണം മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്താണോ അത് വേണം അവിടെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ, ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആയോ? ഇതുവഴിക്കായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി സിമ്പിൾ എപ്സിലോൺ ആർ ആണ്. ഇതെന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ ആർ ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എപ്സിലോൺ ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ 0. റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ 3rd ചാപ്റ്ററിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനെ തന്നെയാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ 3rd ചാപ്റ്റർ കപ്പാസിറ്ററൊക്കെ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിച്ചു പോകാം. 3rd ചാപ്റ്ററിൽ സെയിം സംഭവം തന്നെ വരുന്നുണ്ട്. കപ്പാസിറ്ററിനകത്ത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ആർ എപ്സിലോൺ 0 എന്ന് എഴുതാമല്ലോ. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ എഫ് മീഡിയം കാണാനായിട്ട് 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അവിടെ എപ്സിലോണിന് പകരം നമുക്ക് ആരെ ഇട്ട് കൊടുക്കാം? എപ്സിലോൺ ആർ എപ്സിലോൺ 0. ദാറ്റ് ഈസ് 1/4πε ആർ എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. രണ്ട് ചാർജസ് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വെച്ചിരിക്കുകയാണ്, ഒരു ഓയിലോ കെറോസിൻ എന്തെങ്കിലും ഒരു മീഡിയത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ക്വസ്റ്റിനകത്ത് ആകെ ഇതേ തന്നിട്ടുള്ളൂ, അവിടുത്തെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ നമുക്ക് അറിയത്തില്ല, പക്ഷേ എപ്സിലോൺ ആർ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് തന്നെ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? എഫ് മീഡിയം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? പ്രോബ്ലംസ് ചോദിക്കാം. അതുപോലെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഈക്വേഷൻസ് ഒക്കെ പഠിച്ചു പോയിക്കോണം കേട്ടോ. അല്ലെങ്കിൽ കൂളംസ് ലോ എഴുതാൻ പറഞ്ഞിട്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് തന്നിരിക്കുന്നതെങ്കിൽ മീഡിയത്തിൽ എന്തായിരിക്കും കൂളംസ് ലോയുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാം. ദറ്റ് ഈസ് എഫ് ഈക്വൽ ടു 1/4πε എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ കൂളംസ് ലോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഇത്ര എഴുതാനുള്ളൂ. കൂളംസ് ലോ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ലോ എന്താണെന്ന് എഴുതുക, ദെൻ അതിൻ്റെ ഫോർമുല എഴുതുക. ഫോർമുല എഴുതിയിട്ട് അതിൻ്റെ വെക്ടർ ഫോമിലേക്ക് മാറ്റി എഴുതാം. എന്നിട്ട് അവിടെ എന്തും കൂടി എഴുതിയേക്കണം, കെ എന്താണെന്നുള്ളത് എഴുതണം. 1/4πε0 ആണ്. എപ്സിലോൺ 0യുടെ വാല്യൂ എന്താണെന്നുള്ളതും കൂടി എഴുതിയേക്കണം. അങ്ങനെ അത്രയും കൂടി എഴുതുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഇവിടെ നമ്മളിപ്പം പറഞ്ഞത് രണ്ട് ചാർജസിന് ഇടയ്ക്ക് മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ചാർജസ് ആണെങ്കിലോ, ഫോഴ്സ് ആക്ടിങ് ഇൻ മൾട്ടിപ്പിൾ ചാർജസ് ആണെങ്കിലോ,
മൾട്ടിപ്പിൾ ചാർജസ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ചാർജസ്. മൾട്ടിപ്പിൾ ചാർജസിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ എന്തെന്ന് പറയാം, സിസ്റ്റം ഓഫ് ചാർജസ്. കുറേ ചാർജസ് ഉണ്ട്, അവിടെ ഒരു ചാർജിൻ്റെ പുറത്ത് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ Q1 ചാർജ് ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, Q4 ഉണ്ട്, അങ്ങനെ Qn ചാർജ് വരെ ഇവിടെയുണ്ട്. കുറേ ചാർജസ് ഉണ്ട്. Q1 ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് വേണം എനിക്ക് കിട്ടാനായിട്ട്. Q1ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് വേണം എനിക്ക് കിട്ടാൻ. അപ്പോൾ Q2 ചാർജ് കാരണം Q1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഞാൻ F12 എന്ന് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന് R12 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ F3 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് എനിക്ക് എന്ത് കൊടുക്കാം, F13 എന്ന് കൊടുക്കാം, ഡിസ്റ്റൻസ് R13 എന്ന് കൊടുക്കാം. സിമിലർലി Q4 കാരണം വരുന്നത് F14 ആയിരിക്കും, ഡിസ്റ്റൻസ് R14 ആയിരിക്കും. അങ്ങനെ എന്ത് ചാർജ് കാരണം ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, F1n. ഒന്നാമത്തെ ചാർജിൽ n എന്ത് ചാർജ് കാരണം, n എന്ന് പറയുന്ന ചാർജ് കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1n, ഡിസ്റ്റൻസ് R1n. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് F എന്ന് പറയുന്നത്, ഫസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1ൽ 2 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് F1ൽ 3 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ഒന്നാമത്തെ ചാർജിൽ 4ാമത്തത് കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അങ്ങനെ എവിടം വരെ വരും, Fൽ ഒന്നാമത്തെ ചാർജിൽ n ചാർജ് കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതായത് ഒന്നാമത്തെ ചാർജിൽ 2 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, 3ാമത്തെ ചാർജ് കാരണം വരുന്ന ഫോഴ്സ്, 4ാമത്തെ ചാർജ് കാരണം വരുന്ന ഫോഴ്സ്. അങ്ങനെ എവിടം വരെ ഞാൻ എടുക്കണം, n ചാർജ് കാരണം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സം എടുക്കണം. ഇതെല്ലാത്തിൻ്റെയും കൂടി സമ്മായിരിക്കും ഫസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫോഴ്സ് വെക്ടറാണ്, നമ്മൾ എന്ത് തന്നെ കൺസിഡർ ചെയ്യണം, വെക്ടർ സം തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാം, ഇൻ എ സിസ്റ്റം ഓഫ് ചാർജസ് force on a charge is the vector sum of force due to all other charges. എന്താണ് പറയുന്നത്, ഒരു സിസ്റ്റം ഓഫ് ചാർജസിനകത്ത് ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ചാർജസ് കാരണം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. എന്താ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്, ഒരു സിസ്റ്റം ഓഫ് ചാർജിൽ ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ചാർജസ് കാരണവും അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. F ഈക്വൽ ടു F12 അല്ലേ, F12 എന്ന് പറയുമ്പം K Q1 Q2 ബൈ R12 സ്ക്വയർ. F13
F13 എന്ന് പറയുമ്പം K ഇൻറ്റു ഈ ഇക്വേഷൻ തന്നെ, ഇത് തന്നെ, ഈ സെയിം ഇക്വേഷൻ തന്നെ നമ്മളൊന്നും കൂടി ഒന്ന് എടുത്ത് എഴുതുന്നു. അതായത് F12 എന്ന് പറയുന്നത് എന്തായിരിക്കും? F12 എന്ന് പറയുന്നത് K ഇൻറ്റു Q1 Q2 ബൈ R12 സ്ക്വയർ ആയിരിക്കും. അതുപോലെ F13 എന്തായിരിക്കും? K ഇൻറ്റു Q1 Q3 ബൈ R13 സ്ക്വയർ ആയിരിക്കും. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നു, അത്ര മാത്രമേ ഉള്ളൂ. K ഇൻറ്റു Q1 Q3 ബൈ R13 സ്ക്വയർ പ്ലസ് അങ്ങനെ ആര് വരെയുണ്ട്? N ചാർജ് വരെയുണ്ട്. K Q1 Qn ബൈ R1n സ്ക്വയർ, R1n സ്ക്വയർ. ഈ ഇക്വേഷനകത്തൊക്കെ K കോമൺ ആണ്, Q1ഉം കോമൺ ആണ്. ബാക്കി ഇനി ആരൊക്കെയുണ്ട്? Q2 ബൈ R12 സ്ക്വയർ പ്ലസ് Q3 ബൈ R13 സ്ക്വയർ പ്ലസ് Qn ബൈ R1n സ്ക്വയർ. ഇത്ര എഴുതി കഴിഞ്ഞാൽ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിംഗിൾ ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതി നിർത്താം. KQ1 സമ്മേഷൻ കൊടുക്കാം, സിഗ്മ. ഇവിടെ നോക്കിക്കേ, 2 തുടങ്ങി എത്ര വരെയുണ്ട്? N വരെയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് I ഈക്വൽ ടു 2 തുടങ്ങി N വരെയുണ്ട്. Q 2 തുടങ്ങി 3, 4, 5, 6, 7 അങ്ങനെ N വരെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് QI നമുക്ക് കൊടുക്കാം. QI ബൈ താഴെ R1 എല്ലാത്തിനകത്ത് കോമൺ ആയിട്ടുള്ളതാണ്, അത് ഞാൻ അതുപോലെ എഴുതി. പിന്നെ 2, 3, 4 അങ്ങ് പോവുകയാണ്, അതിന് ഒരു I കൊടുത്തു. QI ബൈ R1I സ്ക്വയർ, QI ബൈ R1I സ്ക്വയർ, R12 സ്ക്വയർ, R13 സ്ക്വയർ, R14 സ്ക്വയർ അങ്ങനെ അങ്ങ് പോകുന്നതിന് പകരം കോമൺ ആയിട്ട് എഴുതി. അപ്പം നമുക്ക് എഫിന് കുറച്ചും കൂടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല നമുക്ക് കിട്ടി. ഇത് എഴുതണമെന്നില്ല, ഇവിടം വരെ എഴുതി നിർത്തിയാലും മതി. അറിയണമെന്നുള്ളവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെ ഇനി വെക്ടറാക്കി എഴുതണമെങ്കിലോ ഇവിടെ ഒരു R ക്യാപ്പ് കൊടുത്തേക്കുക. R1I ആണ്, 1I ആണ്, R1I ആണ്. നമ്മൾ ഫസ്റ്റ് 1 2 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 1 2 വരും. 1 3 ആണ് എടുക്കുന്നതെങ്കിൽ 1 3 വരും. 1 4 ആണ് എടുക്കുന്നതെങ്കിൽ 1 4 വരും. അത്രയേ ഉള്ളൂ. F ഈക്വൽ ടു K Q1 സിഗ്മ I ഈക്വൽ ടു 2 to N, 2 തുടങ്ങി N വരെ. ദെൻ QI ബൈ R1I സ്ക്വയർ, R1I ക്യാപ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂളംസ് ലോ പഠിച്ചു. കൂളംസ് ലോ എന്ന് പറയുമ്പോൾ 2 ചാർജസിന് ഇടയ്ക്ക് വരുന്ന ഫോഴ്സാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ മൾട്ടിപ്പിൾ ചാർജസിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതിനകത്ത് കൂളംസ് ലോയ്ക്ക് അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്, കോൺസ്റ്റൻറ്റ്, ദെൻ പെർമിറ്റിവിറ്റി, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഒന്നും കൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതും കൂടി പഠിച്ചോണം. ഓക്കെ അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.